ഈ ഒരു നിമിഷം നമുക്ക് ജീവിക്കാനുള്ളതല്ലേ. പക്ഷേ ഈ ഒരു നിമിഷത്തിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഓർമ്മകളാവുന്ന ഓട്ടോഗ്രാഫിലേക്ക് ഏറ്റവും മനോഹരമായൊരു ചിത്രം, ഒരു ചിത്രം എന്ന് പറഞ്ഞൂടാ, എല്ലാ സെൻസും ചേർന്ന വല്ലാത്തൊരു അനുഭൂതി. ഈ പെർഫ്യൂം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയതാണ്. ഇതങ്ങൾ മണക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതികൾ, സുഗന്ധം മാത്രമല്ല, ഒരുപാട് നല്ല ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നൊരു സുഗന്ധമായതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. പിന്നെ ഈ നിമിഷം നമുക്ക് സമ്മാനിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, പാരമ്പര്യം. ഇതുപോലെ പാരമ്പര്യവും മനോഹരമായ ഓർമ്മകളും എൻ്റെ ജീവനോടെ ജീവിച്ച ആ നിമിഷങ്ങളിൽ നിന്ന് പകർത്തപ്പെട്ട ഒരു ദിവസമാണ് കഴിഞ്ഞ ദിവസം. തീർച്ചയായിട്ടും ഇന്നത്തെയും പോലെ തലേന്ന് രാത്രി വളരെ ബിസി ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ എൻ്റെ 10A ക്ലാസ്സിൻ്റെ സംഗമത്തിലേക്ക് പോകുന്നത്. 10 MJ ഹൈസ്കൂൾ 91 ബാച്ച്. ആദ്യം പോകണ്ടേന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പോവാതിരുന്നെങ്കിൽ വർഷങ്ങൾ ജീവിച്ചിട്ട് കിട്ടാതെ ഒരു ജീവിതത്തിൻ്റെ നഷ്ടം ഫീൽ ചെയ്യുമെന്ന് തോന്നിയതാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടായ അനുഭവം. പലപ്പോഴും നമ്മൾ സാമ്പത്തികത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ പിറകെ പോകുമ്പോൾ നമുക്കിതുപോലെ ലഭിക്കുന്ന മനോഹരമായ നിമിഷങ്ങൾ ഒന്ന് ചേർത്ത് വെക്കാൻ, ഒന്ന് നമ്മുടെ ഓർമ്മകളേക്ക് കൊണ്ടുവരാൻ ഉള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ തന്നെ തടസ്സമായി സൃഷ്ടിക്കാറുണ്ട്. ഇന്നെനിക്ക് പോയില്ലെങ്കിൽ ഇത്ര ജോലി നഷ്ടമാണ്, ഇത്ര പൈസ നഷ്ടമാണ്, ഇനിയിപ്പോൾ അവിടെ പോകണമെങ്കിൽ ഞാൻ എത്രമാത്രം ഡീസലടിച്ച് പോകണം എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മളെ അലട്ടാറുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ സുഹൃത്ത് ജലീലിൻ്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ സംഗമം. പക്ഷേ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചോ മറ്റോ നടത്തിയിരുന്നെങ്കിൽ ആ സംഗമത്തിന് ഇത്രയേറെ മാധുര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജലീലിൻ്റെ വീട്ടിൽ മുമ്പൊരു സംഗമം നടന്ന പലരും പറഞ്ഞിടാം, നിനക്കത് മിസ്സായി പോയല്ലോ, നീ ആയിരുന്നു അവിടെ വരേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. കാരണം മനോഹരമായൊരു തറവാടായിരുന്നു ജലീലിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ. തറവാട്ടിൽ വെച്ചല്ല സംഗമം, അവൻ്റെ പുതിയ വീട്ടിൽ വെച്ചാണ്. അവൻ്റെ വീട്ടിൽ ചെന്നപ്പം ഞങ്ങളുടെ ബാച്ചിൻ്റെ എല്ലാ ക്ലാസ്മേറ്റ്സും, ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ക്ലാസ്മേറ്റ്സും ഒരുമിച്ച് വന്ന് മാത്രമല്ല, അവൻ്റെ ഉപ്പായും ഉമ്മായും അവൻ്റെ ഭാര്യയും കുട്ടികളും അവൻ്റെ അനിയൻ്റെ കുട്ടികളും എല്ലാവരും ചേർന്നിണങ്ങിയപ്പം ആ ഒരു സംഗമത്തിന് ഒരു പാരമ്പര്യത്തിൻ്റെ ചരിത്രം കൂടി വന്നു എന്നുള്ളതാണ്. അത്രയേറെ അനുഭൂതി നിറഞ്ഞ ഊഷ്മളമായൊരു, എനിക്ക് പെട്ടെന്ന് നമ്മൾ പണ്ടൊക്കെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതിൻ്റെ പേരെന്തായിരുന്നു, ഒരു ഹിന്ദി ഫിലിമാണ്. ഇങ്ങനെ ഒരുപാട് കൂട്ടുകുടുംബങ്ങളൊക്കെ ചേർന്ന് ഇങ്ങനെ ആഘോഷമാക്കുന്ന, ജീവിതത്തെ ആഘോഷമാക്കുന്നൊരു നിമിഷങ്ങളെപ്പോലെ തോന്നിപ്പിച്ച നിമിഷങ്ങൾ. അവിടെ നമ്മൾ കലാപരിപാടികളൊന്നും ആരും അവതരിപ്പിച്ചിട്ടൊന്നുമില്ല, കത്തിയടിപ്പിക്കുന്ന പ്രസംഗങ്ങളില്ലായിരുന്നു, രുചിയൂറുന്ന വിഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതിലേറെ രുചിയുണ്ടായിരുന്നു നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിരുന്നത്, ഒരുപാട് ഓർമ്മകളായി വിറക്കിയത്, പല പല കാര്യങ്ങൾ ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് ജലീലിൻ്റെ ഉപ്പ ഒരുപാട് മുൻകാല ചരിത്രങ്ങൾ, മുൻകാല കാര്യങ്ങൾ നമ്മളറിയുന്നവരും അവരറിയുന്നവരും വേണ്ടി ബന്ധിപ്പിച്ചു കൊണ്ടുള്ള സംസാരങ്ങൾ, ഇതെല്ലാം ഒരു പാരമ്പര്യത്തിൻ്റെ മഹിമ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരുന്നതായിരുന്നു. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമല്ല. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് നമ്മളൊരു കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. ഈ തലമുറകൾ എന്ന് പറയുമ്പോൾ ദീർഘകാലത്തെ വാസങ്ങളൊന്നുമല്ല, ദീർഘകാലം ഒരുമിച്ചിരിക്കലൊന്നുമല്ല. ഏതെങ്കിലും ഒരു നിമിഷ നേരത്ത് നമുക്ക് കിട്ടുന്നൊരു സ്പാർക്കാണ് നമ്മളുടെ പാരമ്പര്യം, നന്മ നിറഞ്ഞ പാരമ്പര്യം, മൂല്യാധിഷ്ഠിതമായ പാരമ്പര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ പാരമ്പര്യങ്ങളെ വൈകൃതമാക്കാനുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്നത്. മനുഷ്യരുമുള്ള സ്നേഹബന്ധങ്ങൾ എങ്ങനെ അകറ്റാം എന്നുള്ളതല്ല, മനുഷ്യർക്ക് തമ്മിൽ എങ്ങനെ ശത്രുതകൾ ക്രിയേറ്റ് ചെയ്യാം, അതിലൂടെ എങ്ങനെ വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാമെന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ ചേർക്കപ്പെടുകയും മൂല്യങ്ങളെ ചേർക്കപ്പെടുകയും സ്നേഹബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങൾ പോലെ പരിപോഷിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരു കാലം. വളരെ നല്ലൊരു ക്ലാസ്സാണ് ഞങ്ങൾ 10 എന്ന് പറഞ്ഞാൽ. ഒരാൾ പോലും ലഹരി ഉപയോഗിക്കുന്നില്ല, ഒരാൾ പോലും പുകവലിക്കുന്നവരെ എനിക്ക് കണ്ടിട്ടില്ല, ഉണ്ടോയെന്നറിയില്ല. ഒരാൾക്ക് പോലും പരസ്പരം ശത്രുതകളില്ല. എല്ലാവർക്കും പുഞ്ചിരി തൂകിയ മുഖവുമായിട്ട് ഒരേ കുടുംബത്തെ പോലെ തന്നെ പെരുമാറുന്നൊരു ക്ലാസ്. പഠിക്കുമ്പോഴും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ പഠിക്കുമ്പോൾ ഉണ്ടായേക്കാളും നല്ലൊരു ആത്മബന്ധം
ഫോം ചെയ്യപ്പെടുന്നത് ഇതിന് ശേഷമാണെന്ന് എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ തോന്നിയിട്ടുണ്ട്. എന്തായാലും അതിമനോഹരമായൊരു ദിവസമായിരുന്നു, മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള നമ്മുടെ ജീവിതത്തിന് കരുത്തേകുന്ന, ഊർജം പകരുന്ന, മൂല്യാധിഷ്ഠിതമായ ജീവിതം കാഴ്ചവെക്കാൻ, സ്നേഹാധിഷ്ഠിതമായി കാഴ്ചവെക്കാൻ, പാരമ്പര്യം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പ്രചോദനമായൊരു ദിവസം. 10A യുടെ ജലീലിൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഗമം.